അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നത്. എനിക്ക് ഈ ഗാർഡനിങ് ഒന്നും അത്ര താല്പര്യമുള്ള ആളായിരുന്നില്ല. പക്ഷേ ഇത്രയും വർഷം എൻ്റെ ഇൻലോസ് ആയിരുന്നു ഇവിടെ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം അവർ പ്രായം കൊണ്ട് അവരതങ്ങ് നിർത്തി. എൻ്റെ അച്ഛനും അമ്മയും കർഷകരായിരുന്നു. ഞാനതെല്ലാം കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷേ എനിക്കെന്തോ അത് അത്ര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം ചെറുപ്പത്തിലെല്ലാം അപ്പനും അമ്മയും കൃഷിക്കാരാന്ന് പറഞ്ഞതൊരു സ്കൂളിലൊക്കെ ചെല്ലുമ്പം ഒത്തിരി കളിയാക്കലുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം അന്നത്തെ കാലത്ത് ഗൾഫിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരോ ഒക്കെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം വളരെ കുറച്ച് ചുരുക്കം 1-2 പേരൊക്കെ എൻ്റെ ക്ലാസ്സിൽ പാരൻസ് ഫാർമേഴ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പണ്ടൊക്കെ വാട്ട് ഈസ് യുവർ ഫാദർ എന്നൊക്കെ ചോദിക്കുമ്പോൾ മൈ ഫാദർ ഈസ് എ ഫാർമർ എന്നൊക്കെ പറയുന്നത് നമുക്കെന്തോ ഒരു ഇത് മാതിരിയായിരുന്നു. പക്ഷേ അത് പിന്നീട് അതിൻ്റെ തെറ്റ് മനസ്സിലായി. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പം ഞാനതൊരു പ്രൗഡായിട്ട് കാണുന്നു. പക്ഷേ കുഞ്ഞിലെ നമുക്കറിയില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ ഇട്ട് തോന്നിയിട്ടുള്ളൂ. എനിവേ, കാര്യത്തിലേക്ക് വരാം. ഈ വർഷം ഞങ്ങൾക്കൊരു റേസ്ഡ് ബെഡുണ്ട്, അവിടെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നട്ടുവെച്ചപ്പം എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിപ്പോയി. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് സീനിയ എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. പൂക്കൾ കാണാൻ രസമുണ്ടല്ലോ. അപ്പം പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോമ്പോസ്റ്റ് ഇടുന്ന ഒരു പാത്രമുണ്ട്. അവിടെ നിന്ന് അതിനകത്തുനിന്ന് എന്തൊക്കെയോ കിളുത്ത് വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പം മത്തന്, വെള്ളരി, അങ്ങനെ പലതരം സാധനങ്ങൾ, പിന്നെ എന്താണ്ടൊക്കെയോ ക്രോസൊക്കെ ആയിട്ടുണ്ടായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്ന മുളകെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചാണ്. കായൻ പെപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ നല്ല എരിവുള്ള മുളകാണ്. മെലിഞ്ഞിട്ട് നല്ല നീളത്തിലുള്ള മുളക്. ഇപ്പം തനിയെ വന്നിട്ടുള്ള മത്തനുകളൊക്കെയാണ് മത്തങ്ങ ഈ കാണുന്നത്. ഒത്തിരി മത്തങ്ങ ഇപ്പോഴാണ് എല്ലാം കിളുത്ത് വരുന്നത്. ഇനിയും വിൻ്റർ ആകുന്നതിന് മുമ്പ് ഇത് പറിച്ചെടുത്താൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂവിട്ട് വരുന്നതെല്ലാം ഒരു പക്ഷേ ആ സമയത്തേക്ക് റെഡി ആകുമായിരിക്കും. ഇത് കണ്ടോ, ഞാൻ കാണാതെ കിടന്ന ഒരു വെള്ളരിക്കയാണ്. ഇതെല്ലാം തന്നെ കിളുത്ത് വന്നാണ്. ഞാനിതൊന്നും കുഴിച്ചിട്ടുള്ളതല്ല. മത്തനും വെള്ളരിയും എല്ലാം ഞാൻ തന്നെ എവിടെ നിന്നൊക്കെയോ, ആക്ച്വലി ഇതൊക്കെ ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് പറിച്ചില്ല. പക്ഷേ അത് ഇനിയും എൻ്റെ ഇൻലോസ് വരുന്നതിന് മുമ്പ് എടുത്ത് പറിച്ചിട്ട് ദൂരെ കളയണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ കുറേ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വെണ്ടയ്ക്ക പറിക്കാറേ ഇല്ല. അവർ ഇടയ്ക്ക് വരുമ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കാറാണ് പതിവ്. അല്ലെന്നുണ്ടെങ്കിൽ അയൽവക്കത്തുള്ള ആർക്കെങ്കിലും കൊടുക്കും. കാര്യമായിട്ടൊന്നും ഇല്ല. എൻ്റെ സീനിയ നിറച്ചും പൂക്കളാണ്. ഞാനിവിടെ ഗാർഡനിൽ ചുമ്മാ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഇട്ടതാണ്. അപ്പം നമുക്കിത് പോയിട്ട് അകത്ത് പോയി ചെത്തി നോക്കാം. കഴിഞ്ഞ ദിവസത്തെ പോലെയാണോ, കൊള്ളാവോ ഇല്ലയോ എന്ന്, മധുരം ഉണ്ടോ എന്ന്. ഇതെന്തോ എനിക്കൊന്നു പഴുത്ത് കൂടിപ്പോയിട്ട് കീറിയതാവൊന്നും കടിച്ചതൊന്നുമല്ല. ഇത് നോർമലാണ്. ഇത് പക്ഷേ കുറച്ചുകൂടെ ഒന്ന് പഴുക്കണം തോന്നും. അപ്പോൾ ഓക്കെ, ഇത്രയും സാധനങ്ങൾ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും ആക്ച്വലി ഒത്തിരി മുളകും പയറും ഒക്കെ പറിക്കാനുണ്ട്. ചൂടായിരുന്നുകൊണ്ട് ഞാനിഞ്ഞ് പോകുന്നേ. ആക്കി നോക്കാവേ. പൊരിഞ്ഞ വെയിലാണ് വെളിയിൽ, അതുകൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോയി. 5 മിനിറ്റ് അവിടെ നിന്നുള്ളെങ്കിലും ഭയങ്കര വെയിലായിരുന്നു. ഇത് നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നല്ലേ. ഇതെല്ലായിരിക്കും നല്ല മധുരമുണ്ട്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറേ മഴയായതുകൊണ്ടായിരിക്കും അതിന് ഒത്തിരി വെള്ളം മാതിരിയായിരുന്നു, ചുവയായിരുന്നു. പക്ഷേ ഇതിന് നല്ല മധുരമുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും see you later. Bye.